പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ നമ്മുടെ ഒരു വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ട് 5 മാസമായി. ഞാനും വെച്ചാൽ രാവിലെ പോയി നോക്കിയായിരുന്നു. അതിൻ്റെ ടയറൊക്കെ കാറ്റും എല്ലാം പോയി കിടക്കുക. പണി തീർക്കാനായിട്ട് നോക്കിയിട്ട് അവിടെ ഭയങ്കര തിരക്കാം. അവിടെ ആളും കുറവാ, ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ അവിടെ വരെ പോയി നോക്കിയിട്ട് നമ്മുടെ ഏലത്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി നോക്കാം, കായ എടുക്കാറായെന്നൊക്കെ. എന്നാ ഡ്രൈവർ വണ്ടി എടുക്കൂ. നെറ്റ് വലിച്ച് കെട്ടിയേക്കുന്ന കാടുകളൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഇന്നലത്തെയൊക്കെ ചൂടെന്ന് പറഞ്ഞാലേ 40 ഡിഗ്രി ചൂടൊക്കെ ആയിരുന്നു. 34-36 വരെയൊക്കെയാണ് പോയത്. ഏലത്തിന് എത്ര വരെ മതി? ഏലത്തിന് ഒരു 20 ഡിഗ്രി ചൂടയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ഫ്ലവറിങ്ങും കാപിടുത്തവും ഒക്കെ ഉണ്ടാകും. റൈറ്റ് പോകണം. മെയിൻ റോഡിൽ ചെന്നിട്ട് റൈറ്റ് കമ്പംമെട്ട് റോഡേ പോകും. പെരുന്നാൾ കഴിഞ്ഞിട്ടും തോരണമൊക്കെ അങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഇന്ന് മെട്രോ റോഡ് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. എന്നൊരു മൂടലൊക്കെ ഉണ്ടല്ലേ. നാട്ടിലൊക്കെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നെന്ന് പറയുന്നു. അങ്ങനെ നമ്മളെ വർക്ക്ഷോപ്പിലെത്തി കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ എല്ലാം ഒതുക്കിയിട്ടേക്കും. ഷോപ്പിനകത്തും ഒത്തിരി വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇതേ പൊടിയെല്ലാം പിടിച്ച് ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ ടയർ വെച്ചാൽ കാറ്റടിച്ചിട്ട് പോകും. എങ്ങനെ നിർത്തിയാൽ മതി. നമ്മുടെ ഈ സൈഡിലത്തെ ടയറിന്റെ കാറ്റൊക്കെ കുറഞ്ഞു പോയി. 3-4 മാസം ആയില്ല ചുമ്മാ കിടക്കാൻ തുടങ്ങിയിട്ട്. ടയറിന് എയറൊക്കെ നടത്തിയിട്ട് പോകാം. ഷോപ്പി അത് സെറ്റായോ? സെറ്റാ. അത് ഇങ്ങോട്ടേ എത്തുകയില്ല, അതിനകത്തുനിന്ന് കുത്തി വേണം അടിക്കാൻ. ചെറു റിവേഴ്സ് പോയിട്ടേ ഇങ്ങോട്ട് ചേർത്തിട്ടാ വണ്ടി. കൈയും കാലും ഒന്നും വയ്യെന്ന് തോന്നുന്നു. പനി കഴിഞ്ഞാൽ ക്ഷീണമാണെന്ന് തോന്നുന്നു. ദേഹത്ത് വേദനയൊക്കെയാന്ന് പറയുന്നത്. പുറകോട്ട് പോട്ടെ പോട്ടെ പോട്ടെ. ഇനി ഇങ്ങോട്ട് പോ. അതേ പോന്നു, ആ വഴി പോവാന്ന്. ഇത്രയും കാറ്റ് കുറഞ്ഞു പോയതുകൊണ്ട് ശകല സമയം എടുക്കും തോന്നുന്നു കയറാൻ. അപ്പുറം കൂടെ അടിക്കണ്ടേ? ഇങ്ങോട്ടല്ലേ ലോഡ് നിൽക്കുന്നത്, അതായിരിക്കും ഇങ്ങനെ പോയി. അതുകൊണ്ടാ. കയറുന്നുണ്ട് കേട്ടോ. കയറുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. നമുക്കൊരു പേടിയില്ല. ആണോ? അതെ, ആ മാവേക്കുണ്ട്. ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ആ മാവേൽ ഇഷ്ടം പോലെ മാങ്ങ കിടപ്പുണ്ട്. ആ മാങ്ങ തിന്നാനായിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ 2 സൈഡ് കാറ്റടിച്ചു. രണ്ടാമത്തെ സൈഡ് അടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഫ്രണ്ടിലും കാറ്റ് കുറവ്. ഫ്രണ്ടിലാണ് പുത്തൻ ടയറാണ് കിടന്നത്. അതും കൂടെ ഒന്ന് അടിച്ച് റെഡിയാക്കിയിട്ടിട്ട് പോയേക്കാം. ഈ മഴ പെയ്യുമ്പോഴേ പൊടി പോകത്തുള്ളൂ. ഇങ്ങനെ പൊടി അടിച്ച് റോഡ് സൈഡിലല്ലേ കിടക്കുന്നത്. ഈ ഇടത്തെ സൈഡ് കാണുന്നത് മൊത്തം തമിഴ്നാടിൻ്റെ ഫോറസ്റ്റാണ്. അതുകൊണ്ട് ഇതിലെ ഇഷ്ടംപോലെ കുരങ്ങും മൃഗങ്ങളും ഒക്കെ കയറി വരുന്നുണ്ട്. നേരെ കാണുന്ന കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ്. 50 പൗണ്ട് അടിച്ച് നിർത്താം കേട്ടോ. 50 അടിച്ചിട്ടേക്കാം. ഞാനോട് നമ്മുടെ സന്തോഷ സഹചാരിയുടെ അടുത്ത് വന്നിട്ട് എന്നാ തോന്നുന്നു? പാവം തോന്നുന്നു. വർക്ക്ഷോപ്പിൽ ഇത് കണ്ടില്ല, ഒത്തിരി വണ്ടിയാണ് വർക്ക്ഷോപ്പിൽ കിടക്കുന്നത്. നമ്മൾ ആദ്യം കൊണ്ടിട്ട അതെല്ലാം സ്കൂൾ വണ്ടികൾ ഒത്തിരി എണ്ണം പണിയാനിട്ടേക്കാം. ഉണ്ണിച്ചാട്ടനോട് ഞാൻ പറഞ്ഞു മടുത്ത. ഉടനെ പണിത് തരാന്ന് പറഞ്ഞു. കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ടല്ലേ. സാധനങ്ങൾ കിട്ടാൻ കൊണ്ട് അയച്ചു കഴിയാണ് നമുക്ക് എവിടെന്തെങ്കിലും സാധനം എല്ലാം മാറ്റി നോക്കി കൊണ്ടുവരായിരുന്നു. എന്തൊക്കെയാ വേണ്ടെന്നൊന്ന് അറിയുമായിരുന്നെങ്കിലേ. അന്നേരം അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഉണ്ണി ഈയിടെ എവിടെ ഇരുന്ന് പറയുന്നത് കേട്ടോ, അത് എങ്ങനെയും പെട്ടെന്ന് പറഞ്ഞു നടക്കണം. പറയുന്നുള്ളൂ, പണി നടക്കുന്നില്ല. അവിടെ ആള് കുറവാണ്. 2 പേരെങ്ങാണ്ടൊക്കെ ഉള്ളൂ. കാറ്റെല്ലാം അടിച്ചിട്ടിട്ട് പോകാം. ടയറെല്ലാം ഫ്ലാറ്റ് ആകാൻ തുടങ്ങിയില്ലേ. അത് ഈ മയിലും എല്ലാം കൊണ്ട് കിടക്കൂല്ലേ. മഴയ്ക്ക് മുമ്പ് എങ്ങനെയാലും പണിതെടുത്തോണ്ട് പോകണം. നോക്കാം. ഒരു മാസം ഉള്ളൂ. അങ്ങനെ നമ്മള് നമ്മുടെ പോളിസിന്റെ അടുത്തൊക്കെ പോയി അതിന്റെ ടയറിന് കാറ്റുമൊക്കെ അടിച്ചിട്ടിട്ട് നമുക്കൊന്ന് നമ്മുടെ ഏലത്തോട്ടത്തിൽ വരെ ഒന്ന് പോയി നോക്കാം. നല്ല വെയിലത്തെല്ലാം വെള്ളമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പോയി നോക്കിയാലേ അറിയത്തുള്ളൂ എങ്ങനെയാന്ന്. മഴമൂടലൊക്കെ ഉണ്ട്. മഴ മൂടി നിൽക്കുകയാണ്. പെയ്താ മതിയായിരുന്നു. കുഞ്ഞേ, വണ്ടിക്കകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര ചൂടല്ലേ.
വണ്ടിക്കകത്ത് ഇരുന്നപ്പോൾ ഒരു ചൂടും ഇല്ലായിരുന്നു. നമ്മുടെ ചക്കയൊക്കെ ഇത്രയായി കേട്ടോ. ഉണ്ടേ എന്നാടാ കേടാണോ? ഇവിടെ 5-6 മാങ്ങ നമ്മൾ വലുതാകാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ടോ നോക്കട്ടെ. ചേട്ടാച്ചൻ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്നും വരാത്തതുകൊണ്ട് ചിലപ്പം കാണുമായിരിക്കും. ഇതെന്നോടോ ഇത് വലുതാകാത്തേ? അങ്ങനെ തന്നെ നിൽക്കുന്നു. പറിക്കാം. എന്തി 2 ഞാൻ കണ്ടുള്ളൂ, 8 ഉണ്ടായിരുന്നു. പറിച്ചു കാണും. അമ്പടാ ഇവിടെ നോക്കിയാരോ പറിച്ചല്ലോടാ. എങ്കിൽ അത് നമുക്ക് പറിച്ചോണ്ട് പോവാം. പക്ഷെ ഇത് ഒത്തിരി വലുതാകുന്നതാ. അത് സാരമില്ല. കണ്ടോ നീ 2 ഒരെണ്ണം കണ്ടു. ഇതുണ്ടോ ഇതേ കിടക്കുന്ന 2-3 ഉണ്ട്. ഇത് അവിടെ ഏലത്തിനൊക്കെ എപ്പോഴും നനച്ചോണ്ടിരിക്കുന്നത് കൊണ്ടേ തണുപ്പുണ്ടല്ലേ. പറമ്പിലോട്ട് ഇറങ്ങിയപ്പോ ഒരു തണുപ്പുണ്ട്. കായൊക്കെ പഴുത്തോ? പഴുത്തോന്ന് നോക്കാം. അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയിട്ട് വരാം. എന്തേരം വെള്ളം അടിച്ചു കൊടുത്താലുവേ മഴ പെയ്യുന്ന പോലെ ആകുമല്ലോ കേട്ടോ. മഴ 1-2 നല്ല മഴ പെയ്യുമായിരുന്നെങ്കിൽ ചെടിയൊക്കെ നല്ല സൂപ്പർ അയനെയായിരുന്നു. അന്തരീക്ഷം ഭയങ്കര ചൂടല്ലേ. ചൂട് നനച്ചു കൊടുത്താലും നമ്മുടെ നിൽക്കുന്ന കായെല്ലാം പഴുത്ത് നിൽക്കുക കേട്ടോ. പറിക്കാറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ വളമൊന്നും ഇടാതെ ഉണ്ടാക്കിയുള്ള ഒരു ഇത്. ആൾക്കാരോർക്കും ഇത് കേടാന്ന്, പക്ഷെ ഇത് ശരിക്കും നല്ലതാ അല്ലേ? ഈ ചൊറിയുള്ളത് ചൊറി വരുന്നത് വെയിലായതുകൊണ്ടേ, കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാത്തോണ്ടല്ലേ. ഇതേ വെയിൽ കൂടിയപ്പോഴത്തേനും അങ്ങനെ ആകുന്നതാ. പക്ഷെ അതിനകത്തെ അരി നല്ല പഴുത്ത അരിയായിരിക്കും. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് റിസോർട്ടൂടെ ഒന്ന് കയറി നോക്കിയിട്ട് പോകാം അല്ലേ. പണിക്കാര് എല്ലാം വോട്ടിനായിട്ടല്ലേ നാട്ടിൽ പോയിക്കുന്നേ. ഹിന്ദിക്കാര് പണിക്കാരെല്ലാം നാട്ടിൽ പോയിക്കോ. വോട്ടിന്റെ ഇതൊക്കെ ആയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് എങ്ങാണ്ട് വരുവുള്ളവരെല്ലാം. അതുവരെ ഇങ്ങനെ അതുവരെ താഴത്തെ കുറച്ച് വയറിങ് പണിയൊക്കെ ഉണ്ട്, അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മലയാളികളില്ലേ. ഇനി അവിടെ ഒരെണ്ണം വരും പണിയുന്നുണ്ട്. ഹിന്ദിക്കാരെല്ലാം വീട്ടിൽ പോയി. ഇവിടെ ടോട്ടൽ എത്ര എണ്ണോ? ഇത് 2, താഴത്തെ 3. 7-8 എണ്ണം കണ്ടില്ലേ? അത് താഴത്തത് വലുതായിട്ടാ വരുന്നത്, മറ്റേ അപ്പാർട്ട്മെന്റ് പോലെ ഇല്ലേ. അത് ഒരുമിച്ച് വരുവോ? ഈ ഒരു ഏരിയ ഫുള്ളോ? ഒറ്റ ബിൽഡിങ്ങിൽ തന്നെ. ആ ഒരു ബിൽഡിംഗ് ആണോ? ഇത് പില്ലർ അടിച്ചിട്ടേക്കുന്നുണ്ടോ? അവിടെ ഇത് ഇടയ്ക്ക് അവിടെ ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് അതിന്റെ അകത്ത് 7-8 റൂമായിട്ട് വരും. റൂം എന്ന് വെച്ചാ അടുക്കള, ഹാള്, ഒരു റൂം അങ്ങനെ കണ്ട. ഇത് പൂൾ വില്ല പോലെ. ഇത് പൂൾ വില്ല മൊത്തം പണി തീർന്നു കഴിയുമ്പോഴേ ഈ ഷേപ്പേ ആയിരിക്കുമല്ലോ. നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് ഈ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കുമ്പോ കാണാല്ലേ, അയ്യോ ഇവിടെ ഇങ്ങനെ ആയിരുന്നോ. നാച്ചുറൽ ആയിട്ട് തന്നെ വാഴയിൽ നിന്ന് നേരിട്ട് പറിച്ച പഴം ഇത് തന്നെ നിന്ന് പഴുത്തു. വെട്ടിയേക്കാം. കുഞ്ഞി ആയുധമൊക്കെ സെറ്റ് ചെയ്ത് കുഞ്ഞി കപ്പളങ്ങ അത് പറിച്ചു. പക്ഷെ കപ്പളങ്ങ എങ്ങനെയാ പറിക്കുന്നത്? മേളിൽ നിന്ന് താഴേന്ന് മേലോട്ട് കുത്ത്. അത് നേരെ മേലോട്ട് കുത്തിയാൽ മതി. കിട്ടിയാ? അങ്ങനെ തന്നെ. ഒന്നുകൂടെ കുത്തിക്കോ. നീ കപ്പളങ്ങ ചെത്തിയിടാൻ നോക്കുമായിരുന്നോടാ? അതിൻ്റെ നെട്ട് കാണാം. മാറിക്കോ. മതി പറഞ്ഞാൽ മതി. ഇനി 2 വാടിച്ചുണ്ടുണ്ട്, അതും കൂടെ പറിക്കാം നമുക്ക്. നമ്മൾ പറമ്പിൽ നിന്നൊക്കെ വന്നിട്ട് കയറി ഇതേണ്ട നമ്മുടെ കാറ്റാടിപ്പാടത്തിൻ്റെ അടുത്ത് വരെ എത്തി. നമ്മളെപ്പോഴും പോകുന്ന കാറ്റാടിപ്പാടമല്ല കാണുന്നത്, അതേ കാണുന്നത് നമ്മളിടയ്ക്ക് പോകുന്നത് അല്ലേ. ബാക്കി നമ്മൾ ആ കാറ്റാടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് കാണുന്നത് 2-3 കാറ്റാടികൾ. ഇത് കാറ്റാടിപ്പാടം അല്ല, അതുപോലത്തെ. ഇങ്ങോട്ട് വാ, സാധനം കാണിച്ചു തരാം. ഇപ്പോഴേ വെയിലായപ്പോൾ എല്ലാം പുല്ലെല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കുക. മഴക്കാലമൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ലും. പക്ഷെ വെയിലത്ത് വേനലാന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കാറ്റുണ്ട്, ഈ പുൽമേടായതുകൊണ്ടേ. ശരിക്കും ദേ കാണുന്ന പാറമട കണ്ടോ? നമ്മൾ ഫസ്റ്റ് നാട്ടിൽ നിന്ന് വന്ന് താമസിക്കാനായിട്ട് വരുന്നത് ഇതേണ്ട ആ കാണുന്ന വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. കാണത്തില്ലായിരിക്കും അല്ലേ? അവിടെ അതൊരു പാറമടയാണ്. പാറമടയിലായിരുന്നു നമ്മൾ 5 വർഷം. പോപ്പി 3ാം ക്ലാസ്സിലായപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് 5ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ അവിടെ ആയിരുന്നു അല്ലേ പോപ്പി? ഒരു ദിവസം പോകണം നമ്മൾ. പിന്നെ അവിടെ ഒറ്റ തവണ എങ്ങാണ്ടേ പോയിട്ടുള്ളൂ അല്ലേ? റോഡൊക്കെ നല്ലതാക്കിയെന്ന് തോന്നുന്നല്ലോ.
ടാറിങ് ഉണ്ടോ? അത് ഈയിടെ ടാർ ചെയ്താന്ന് തോന്നുന്നു അല്ലേ? കോൺക്രീറ്റ് ആ മേളിലോട്ടല്ല, അത് കണ്ടോ താഴെ കൂടെ കിടക്കുന്ന റോഡ് ടാർ ചെയ്തേക്കുക. വന്ന സമയത്തൊക്കെ ഓഫ് റോഡ് ആയിരുന്നു. അയ്യോ അതെ അതെ, ഓഫ് റോഡ് ആയിരുന്നു. ശരിക്കും ഇതിലെ കൂടെ ഇറങ്ങി നടന്നു പോകാനായിട്ട് ഒരു വഴിയുണ്ട്. നമ്മൾ ആ വന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മഞ്ഞും തണുപ്പും ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. അന്നേരം അവിടെ ബിൽഡിങ്ങിൻ്റെ മേളത്തെ നിലയിൽ ഗ്ലാസ് ഇട്ട ഒരു റൂമുണ്ട്. പിന്നെ മേളിൽ ബാൽക്കണി ഉണ്ട്. അവിടെയൊക്കെ കയറി നിൽക്കുമ്പം നല്ല താഴെ നിന്നാൽ തന്നെ കാണാം ഈ കാറ്റ് വന്ന് കഴിയുമ്പോഴേക്ക് ഇവിടെ ഫുള്ള് പുൽമേട് എന്നാ പറയുന്നത്, എന്തോ ഒരു പുല്ലുണ്ടല്ലോ ഇത്രയും പൊക്കമുള്ളേ, ആ പുല്ലിങ്ങനെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. വേറെ ഒന്നും കാണാനില്ല, നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഈ ഭൂമിയിൽ. അതുപോലെ അവിടെ വേറെ ആരെയും കാണാനും ഇല്ല. നമ്മൾ നല്ല ഉറക്കം കഴിഞ്ഞു കേട്ടോ. പറമ്പിലൊക്കെ പോയിട്ട് ഒരു 3:30 ആയിട്ട് വന്നപ്പോഴത്തേക്കിനും പിന്നെ ചൂടായിരുന്നു അറിയുമോ. കയറി കിടന്നൊരു ഒറ്റ ഉറക്കം ഉറങ്ങി. വെയിലത്ത് കുറേ നേരം നിന്നിട്ട് വന്നു കഴിഞ്ഞിട്ടേ ആ ക്ഷീണത്തിൽ കയറി കിടന്ന് ഒരൊറ്റ ഉറക്കം ഉറങ്ങിയ പിന്നെ എന്നാ ചൂടായിരുന്നു അല്ലേ. വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ചൂടായിരുന്നു. ഈ ജില്ലയിൽ ഈ ചൂടാണെങ്കിൽ ബാക്കിയുള്ള ജില്ലകളിലെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ ചൂടാ കൂടുതലാന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്കിവിടെ ഫാൻ ഇല്ലാതെയാണെങ്കിലും പകലാണെങ്കിലും ഇരിക്കത്തില്ലേ. ഫാൻ ഇല്ലാതെ ഇരിക്കാം, രാത്രിയിലാണെങ്കിലും ചില ദിവസമുള്ളൂ ഭയങ്കരമായിട്ട് ഫാൻ ഇട്ടിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥ. പക്ഷെ നമ്മൾ അവിടെയൊക്കെ ചെന്നിട്ട് ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് മാറാൻ പറ്റുമോ? മഴക്കുള്ള ലക്ഷണമൊക്കെ കാണിക്കാൻ കോപ്പി വണ്ടിയൊക്കെ കഴുകി കേട്ടോ. കോപ്പി എല്ലാം കഴുകി വാഷിംഗ് മെഷീനകത്ത് 2 തവണയും കണ്ട് തുടക്കിയൊക്കെ എടുക്കുക. ആണോ? 2 മണിക്കൂറായി വണ്ടി കഴുക്ക് തുടങ്ങിയിട്ട്. വെള്ളമൊന്നും ഇല്ല കേട്ടോ, ഞാൻ തീർക്കല്ലേ. മോട്ടറിടാൻ കിണറ്റിനകത്ത് വെള്ളം വേണ്ടേ. അതുകൊണ്ട് ഇടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് തോന്നുന്നു. നാളെ ഇടുക്കിയിൽ മഴ തോന്നുന്നു. മിന്നൽ വരുന്നുണ്ടോ? നല്ലപോലെ ഒന്ന് പെയ്തിരുന്നെങ്കിൽ. ദൈവമേ, നല്ലപോലെ മഴ പെയ്താൽ മതിയായിരുന്നു. ഏലത്തിനൊക്കെ എന്ത് സന്തോഷമായിരിക്കും. എല്ലാം കരിഞ്ഞു എന്നാ വെള്ളം അടിച്ചെന്ന് പറഞ്ഞാലേ മഴ പെയ്ത് വെള്ളം കിട്ടുന്ന പോലെ പ്രകൃതി തണുക്കത്തില്ലല്ലോ. ശരമില്ലാതെ ഉണങ്ങാൻ തുടങ്ങി, കരിയാൻ തുടങ്ങി. വെള്ളം നല്ലപോലെ മഴ പെയ്താൽ മാത്രമേ അന്തരീക്ഷം തണുക്കുള്ളൂ. ചമ്മച്ചി കല്യാണം കഴിഞ്ഞ് നാളെ വരുമോ? ഇല്ലല്ലേ, 30-ാം തീയതി ഒരു കല്യാണമുണ്ട്, 4-ാം തീയതി ഒരു കല്യാണമുണ്ട്. അവിടെ നിന്ന് നല്ല ചൂടാണ്. വിളിക്കുമ്പോൾ ചൂടാന്നാ പറയുന്നത്. എല്ലാം ചൂട് മുങ്ങിയെന്നാ പറഞ്ഞത്. എന്നാടാ ഉദ്ദേശം? ഉണക്കാനോ? പെട്ടെന്ന് ഇട്ടിട്ട് കയറി. നമുക്ക് ഇച്ചിരി മാങ്ങ അച്ചാറിടാം. മാങ്ങ അച്ചാറ് ഇത് ഉണങ്ങിയതല്ല. ഇത് ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞിട്ട് ഇച്ചിരി മുളക് പൊടി ഉപ്പും കൂടെ പുരട്ടിയിട്ട് ഒരു ദിവസം വെയിലത്ത് വെച്ചെടുത്തതാ. ഉണങ്ങിയിട്ടില്ല, ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. വെള്ളം പറ്റിയില്ലേ ഇതിലെ, വെയിൽ കാരണം, ചൂട് കാരണം. നമുക്ക് ഇങ്ങനെയാണ് അച്ചാറിട്ട് നോക്കാം. നമ്മൾ ഉണക്കമാങ്ങ ഇടുവല്ലേ എന്ന് പറഞ്ഞ പോലെ ഉണങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് കുറേ മാങ്ങ എടുത്തിട്ട് കുറേ സൈസിൽ അച്ചാറിടണം. പക്ഷെ ഇങ്ങോട്ട് അധികം മാങ്ങ ഇപ്രാവശ്യം പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ റെസിപ്പീസ് കുറവ്. അല്ല, ഇപ്രാവശ്യം കുറേ കണ്ണിമാങ്ങ ഒക്കെ ഇട്ട് വെക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. നമുക്ക് കടുക് പൊട്ടി, നല്ലെണ്ണ ഒഴിച്ചതേ, കടുക് പൊട്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നാ ചൂടാരേ ഇപ്പം കരിഞ്ഞു. വെള്ളം കുടിച്ചേ ആർക്കും കഴിക്കാനൊന്നും വേണ്ട. അതുകൊണ്ട് ചോറൊക്കെ ശകലം മതി. നമ്മള് വെച്ച ഒരു 2 ദിവസമൊക്കെ ഇരിക്കുന്നുള്ളൂ. ചോറ് തീരുവല്ല. രാവിലെ മാത്രമേ പിന്നെ നല്ലപോലെ കഴിക്കുള്ളൂ. അത് കഴിയുമ്പോൾ തൊട്ട് വെള്ളം കുടിയാണ് തുടങ്ങും. പക്ഷെ ഇപ്പം നല്ലപോലെ വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആവും. നമ്മുടെ സംഭവങ്ങളെല്ലാം മൂത്ത് വന്ന് നമുക്കിനി അതിനകത്ത് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറുപൊടി മാത്രമല്ലേ, മുളകൊക്കെ ഇടണ്ടേ? മുളക് ഇടണ്ട, ഇതിനകത്ത് ഞാൻ മുളകും ഉപ്പും കൂടെ വരട്ടിയിട്ടല്ലേ വെയിലത്ത് വെച്ചത്. നമുക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്ത് വെള്ളം ഇറങ്ങാനില്ല കേട്ടോ. മാങ്ങയുടെ വെള്ളം വറ്റിയതായതുകൊണ്ടേ, മാങ്ങ ഇട്ടിട്ടേ മാങ്ങ ഒന്ന് അതിനകത്ത് വെള്ളം വറ്റിയതായതുകൊണ്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവേ. മാങ്ങ ഒന്ന് കുതിരാൻ. പിന്നെ അല്ലാതെ നമ്മൾ മാങ്ങ അച്ചാറിടുമ്പോൾ വെള്ളം ഒഴിക്കത്തില്ല. ഇതിനകത്ത് വെള്ളം വറ്റിയതായതുകൊണ്ട് മാത്രം
കുറച്ച് ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. സെറ്റായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണക്കമാങ്ങ അച്ചാർ പോലെ ഇരിക്കത്തുമില്ല, എന്നാൽ പച്ചമാങ്ങയല്ല, രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു സാധനം. അങ്ങനെ ഒരു ഈ അച്ചാർ പെട്ടെന്ന് കേടാകാതിരിക്കാനുണ്ടല്ലോ, നമ്മൾ അച്ചാറിനകത്ത് വിനാഗിരി ചേർക്കുമല്ലേ, ഇതും പുളിയുള്ള മാങ്ങയുണ്ട് ഇതിനകത്ത് ചേർക്കുന്നില്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് തീരുമല്ലോ. നമ്മൾ സാധാരണ അച്ചാറിട്ട് കുറച്ച് ദിവസം വെച്ചേക്കാനൊക്കെ ഇടുവാണെങ്കിൽ വിനാഗിരി ചേർക്കുന്നതിനകത്തെ വിനാഗിരിക്കകത്ത് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അലിയിപ്പിച്ചിട്ട് അച്ചാറിൽ ഒഴിച്ച് വെക്കുവാണെങ്കിൽ പൂത്തു പോകാതിരിക്കും അച്ചാർ. ഇതേ ഈ മാങ്ങയ്ക്ക് നല്ല പുളിയായിരുന്നോണ്ടേ ഞാൻ ഇതിനകത്തോട്ടൊരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടേ. ആയോ? അടിപൊളി. 2 ദിവസം വരെ ഇരുന്നാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.